ഞാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അമ്മ വേഗം വിളക്കെല്ലാം വെച്ചു. ഇനി എന്താ വയറ്റുന്ന തകതിമി വേണം തുടങ്ങിയിട്ട് കുറേ സമയം. എന്താ തിന്നാനുള്ളത് നോക്കിയാലോ. ഹായ് ചക്കയപ്പം. നമ്മളിവിടെ മൂടാന്നാട്ടാ പറയലീനെ. എന്നാലും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും ഞാൻ. ഇൻസ്പെക്ഷൻ. അഥവാ ഇനി ബിരിയാണി കിട്ടിയാലോ. ബിരിയാണി ഒന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് നോക്കാം. ഫ്രിഡ്ജിലൊന്നുമില്ല. ഇനി എന്താ നമ്മൾ ബേക്കറി വെക്കുന്ന ഡബ്ബ അതും കാലി. അപ്പോഴത്തേക്ക് ഇത്തു കുളിച്ചിട്ട് വന്നു. ഇനി നമുക്ക് കുറച്ച് അൺലിമിറ്റഡ് കൊഞ്ചിക്കൽ സെഷനാണേ. പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഗിൽറ്റ് തോന്നും. വർക്കിംഗ് മോം ആയതുകൊണ്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറേ ഇല്ലാന്ന്. ഇനി വേഗം നമുക്ക് മൂടയും കാപ്പിയും തിന്നാം. ഞാൻ നേരത്തെ കൊതി വിട്ടിട്ടിരിക്കുന്നതാണ്. ആ മൂട വായിൽ വെച്ചപ്പോഴത്തേക്കും ഇത്തു വന്നു കരഞ്ഞുകൊണ്ട്. ക്യാമറ കണ്ടിട്ടാകുമ്പോൾ കരച്ചിൽ കൊഞ്ചലായി മാറി ഗൈസ്. അപ്പം ഞാൻ വേഗം ബാക്കിയുള്ളത് തിന്നാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഇത്ത് വേഗം വണ്ടിയിൽ കയറി കുത്തിയിരുന്നു. അതിൻ്റെ കുറേ ഉഡായിപ്പ് കഥകളും അന്ന് നടന്ന അവിടെ വീണു ഈടെ വീണു അപ്പുറത്തെ വീട്ടിൽ വീണു, ഇയാൾ തല്ലി അയാൾ തല്ലി ഇതെല്ലാം പറഞ്ഞുകൊണ്ടുണ്ടായി. ഇത് ഇത്തുവിൻ്റെ വേറെ ഇൻസ്പെക്ഷൻ. ബാഗിൽ എന്തെങ്കിലും ചോക്ലേറ്റോ ടോയ്സോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചേ. കാരണം ഭയങ്കര ചൂട്. ബാത്റൂമിൽ നിന്ന് വരെ പുഴുങ്ങുന്നുണ്ടായിന്. താഴെ വന്ന് നോക്കിയപ്പോഴോ ഇവർ കളിക്കുടുക്കയിൽ എന്തോ കളർ കൊടുക്കുന്നോ എന്തോ ഉണ്ട്. അങ്ങനെ 1 മണിക്കൂർ അംഗത്തിന് ശേഷം ഞാൻ ഇത്തുവിന് ഫുഡ് കൊടുത്തു. ഫുഡ് കൊടുത്തിട്ട് പിന്നെ എന്താ നമ്മൾ കുറച്ചുകൂടെ കളിച്ചു. ഇവർക്ക് ഈ മറ്റേ ആക്ടിവിറ്റീസ് ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ മിനിയനെ കണ്ട് അഭിനയം. ഇതൊരു അഭിനയ സിംഹമാണ് ഗൈസ്. അവൾ ഒന്ന് പറഞ്ഞാൽ 10 ആക്കി. നമുക്ക് കുറച്ച് ചിയാ സീഡ് വെള്ളത്തിലിടാം. വെയിറ്റ് ലോസ് ഒന്നുമല്ല, വെറുതെ കുടിക്കാൻ. ഇനി എന്താ രാത്രി കുറച്ച് പുറത്ത് നടക്കാം അല്ലേ. യുദ്ധമൊന്നും ഇല്ലാത്തൊരു നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധമെല്ലാം എന്താവുമല്ലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇനി എന്താ നമുക്ക് ഉറങ്ങാം. ആകെ ക്ഷീണമായി. ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് 10-11 മണി കഴിഞ്ഞു. അപ്പം ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. ബൈ ബൈ.